എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. പേടി എന്ന് പറയുന്ന സാധനം. അതില്ലാത്ത മനുഷ്യർ ഈ ലോകത്ത് എവിടെയും കാണത്തില്ലെന്ന് തോന്നും. അതെന്താണെന്ന് നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം. ഒരാൾ നല്ല കൂരിട്ടുള്ളൊരു രാത്രിയിൽ ഒരു വിജനമായ കാട്ടിക്കൂടെ തനിയെ നടന്നു പോവുകയായിരുന്നു. ആദ്യമൊക്കെ അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അയാൾ സാവധാനമൊക്കെ നടന്നു. പിന്നെയും ഇരുട്ട് കൂടിക്കൂടി വന്നപ്പോഴത്തേന് അയാളുടെ മനസ്സിൽ നൂറ് ചിന്തകൾ വന്നു. പിന്നെ അയാൾക്ക് പതിയെ നടക്കാൻ പേടിയായി. പിന്നെ അയാൾ ഓടാൻ തുടങ്ങി. കാരണം പിന്നെ അയാൾക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ധൈര്യമില്ല. അയാൾ ഓടി. ആ ഓട്ടത്തിനിടയിൽ അയാൾ കാല് തെറ്റി ഒരു കുഴിയിലോട്ട് വീണു. കുഴിയിലോട്ട് വീഴുമ്പോൾ അയാളുടെ മനസ്സിൽ വരുന്ന വിചാരം അയാൾ മരിച്ചു പോകും. പിന്നെ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും, ആരെങ്കിലും എന്നെ രക്ഷിക്കുമോ, അങ്ങനെ അയാളുടെ മനസ്സിൽ നൂറ് ചോദ്യങ്ങളും ചിന്തകളുമായി. അങ്ങനെ അയാൾ ആ കുഴിയിലോട്ട് വീഴുന്ന സമയത്ത് അയാൾക്ക് പിടുത്തം കിട്ടിയത് ഒരു മരക്കൊമ്പിലായിരുന്നു. ആ മരക്കൊമ്പിൽ കൊണ്ടുകൊണ്ട് അയാളുടെ മരണത്തെ മുഖാമുഖം കാണാൻ തുടങ്ങി. കുറേ നേരം അയാൾ അവിടെ കിടന്ന് കാറുകയും കാര്യമൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ആരും ആ രാത്രിയിൽ അയാളുടെ വിളി കേട്ടില്ല. അവസാനം അയാൾ ആ മരക്കൊമ്പിൽ നിന്ന് അയാളുടെ കൈ അങ്ങോട്ട് കഴച്ചൊടിയാൻ തുടങ്ങി. കാരണം വെച്ചാൽ അത്രയും നേരം അയാൾ തൂക്കി പിടിച്ചിട്ട് അയാളുടെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി. പതിയെ അയാളുടെ കൈകൾ ആ മരക്കൊമ്പിൽ നിന്ന് പിടിവിടാൻ തുടങ്ങി. ലാസ്റ്റ് അയാൾ ആ മരക്കൊമ്പിൽ നിന്ന് ആ കുഴിയിലോട്ട് വീണതും അയാൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെ അയാൾ വിചാരിച്ചത് ആ കുഴി വലിയൊരു കുഴിയായിരിക്കുന്നതാണ്. പക്ഷേ അയാൾ ആ കമ്പിൽ നിന്ന് താഴോട്ട് വീണപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാളുടെ കാല് നിലത്ത് മുട്ടാൻ ഒരടിയുടെ വ്യത്യാസത്തിലായിരുന്നു അയാൾ ആ മരക്കൊമ്പിൽ പിടിച്ചു നിന്നിരുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് അയാൾക്ക് ആ കുഴിയുടെ ആഴം എത്രയാണെന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ താഴെ വീണിട്ട് അയാൾ അങ്ങ് പൊട്ടിച്ചിരിച്ച്. ഇതിനായിരുന്നോ ഞാൻ ഇത്രയും നേരം കിടന്ന് ടെൻഷൻ അടിച്ചതും വെപ്രാളപ്പെട്ടതെന്നും ഒക്കെ അയാൾ സ്വയം അയാളോട് തന്നെ പറയാൻ തോന്നി. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ മനുഷ്യരുടെയും ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ നമുക്കൊക്കെ എങ്ങനെ നേരിടണമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഓരോരോ കാരണത്തിനും പേടിക്കാൻ തുടങ്ങും. ചിലർക്ക് കല്യാണം കഴിക്കാൻ പേടിയായിരിക്കും. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് എന്തുമാത്രം ഡിവോഴ്സുകളാണ് നടക്കുന്നത്, അതുകൊണ്ട് നാളെ ഞാനും കല്യാണം കഴിച്ചാൽ ഇതുപോലൊക്കെ ആയിരിക്കത്തില്ലേ. അങ്ങനെ അവർ പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ അവർ കൂടുതലും കാണുന്നത് മറ്റുള്ളവരുടെ മോശവശങ്ങൾ മാത്രമായിരിക്കും. അതായത് കല്യാണം നടന്ന് ഡിവോഴ്സ് ആയവരെക്കുറിച്ച് മാത്രമായിരിക്കും അയാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് മോശമാകുന്നവരുമുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഞാൻ മോശമുള്ളതിനെ മാറ്റിയിട്ട് നല്ലതിനെ ചിന്തിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പം ചിലർ പറയൂ എനിക്ക് ബിസിനസ് തുടങ്ങാൻ പേടിയാണ്, അഥവാ അങ്ങനെ ആ ബിസിനസ് പൊട്ടിപ്പോയാൽ മറ്റുള്ളവരെന്നെ കളിയാക്കും, എനിക്ക് പണം നഷ്ടപ്പെടും, അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയിട്ട് വേണ്ടാന്ന് നോക്കും. അതും നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല. ജീവിതമാണെങ്കിൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരിക എന്നത് സ്വാഭാവികമാണ്. അതിനെ മറികടക്കുക എന്നതാണ് എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. കാരണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിക്കുന്നവന് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. എന്തൊക്കെ വന്നാലും ആ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും നല്ലൊരു പരിഹാരം കാണാൻ നമ്മൾ ശ്രദ്ധിക്കണം.